ആയുർവേദം ഉൾപ്പെടെ ബദൽ ചികിത്സാ രീതികൾക്ക് നാട്ടിൽ മാത്രമല്ല പ്രവാസ ലോകത്തും സ്വീകാര്യതയേറുകയാണ്. പാർശ്വഫലങ്ങളില്ലാത്ത ഇത്തരം ചികിത്സാ വഴികളോട് പ്രവാസികൾ മാത്രമല്ല അറബികളും അന്യദേശക്കാരും താൽപര്യമെടുക്കുന്നു. ഇത്തരം ചികിത്സകൾ തേടി നാട്ടിലേക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഒപ്പം ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലും ബദൽ ചികിത്സാ കേന്ദ്രങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കുകയാണ്. ഗൾഫിൽ UAE-യിലാണ് ബദൽ ചികിത്സാ വഴികൾ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. ആയുർവേദം, ഹോമിയോ, പ്രകൃതി ചികിത്സ, യുനാനി ഉൾപ്പെടെയുള്ള ബദൽ ചികിത്സാ വഴികൾ അംഗീകരിച്ച UAE ആരോഗ്യ മന്ത്രാലയം കൃത്യമായ പരീക്ഷകൾ നടത്തി വൈദഗ്ധ്യമുള്ള ചികിത്സകർക്ക് അംഗീകാരവും നൽകുന്നു. മികവും ഗുണമേന്മയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കൃത്യമായ നിരീക്ഷണ സംവിധാനവും ഈ രാജ്യത്തുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രമായോ? മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ഈ രംഗത്തേക്ക് പരിപ്പിക്കാൻ കൂട്ടായ നീക്കം ആവശ്യമല്ലേ? പുറം നാടുകളിൽ ബദൽ ചികിത്സാ മുറകൾ സൃഷ്ടിക്കുന്ന ഗുണദോഷങ്ങൾ ആരായുകയാണ് ടി-ടോക്ക് ഇക്കുറി. പ്രവാസ ലോകവും ആരോഗ്യ മേഖലയിലെ ബദലുകളും ടി-ടോക്ക് ചർച്ച ചെയ്യുന്നു. Come let's chat on ടി-ടോക്ക്. It's me Chris. ഇന്ന് ടി-ടോക്കിൽ നമ്മോടൊപ്പം ഡോക്ടർ രാജൻ വർഗീസ്. എറണാകുളം വാഴക്കാല സ്വദേശിയായ ഡോക്ടർ രാജൻ വർഗീസ് 24 വർഷമായി ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അജ്മാൻ റാഷിദ് മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്നു. ഡോക്ടർ ഷമീമ അബ്ദുൽ നാസർ കഴിഞ്ഞ 14 വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്ത്. ദുബൈയിൽ ഒണ്ടാരിയോ വെൽനസ് ആയുർവേദിക് സെന്ററിന്റെ മെഡിക്കൽ ഡയറക്ടറായി ജോലി ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം ദുബൈയിൽ താമസിക്കുന്നു. ശോഭന പിഷാരടി റേക്കി എന്നറിയപ്പെടുന്ന പാം ഹീലിംഗ് ചികിത്സാ മാസ്റ്ററാണ്. കഴിഞ്ഞ 10 വർഷമായി റേക്കി ട്രീറ്റ്മെന്റ് രംഗത്തുള്ള ശോഭന ദുബായ് കോസ്മിക് ഹീലിംഗ് സെന്ററിൽ റേക്കി ട്രെയിനിംഗും നൽകുന്നു. ഡോക്ടർ അഞ്ജു വർഗീസ് കഴിഞ്ഞ 1.5 വർഷമായി UAE-യിൽ, 10 വർഷമായി നേച്ചുറോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയായ അഞ്ജു കുടുംബത്തോടൊപ്പം അബുദാബിയിൽ താമസിക്കുന്നു. ശരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള ആ ഒരു യൂസേജ് തന്നെ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് മെഡിസിൻ അല്ല, മെഡിസിൻ പോലെ വേറെന്തോ ആണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിനെ കാണുന്നത്. ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് ഏരിയ നോക്കുകയാണെങ്കിൽ UAE ആയിരിക്കും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഹോമിയോപ്പതി ആസ് എ ഫീൽഡ് ഓഫ് മെഡിസിൻ ഇവിടെ എത്രത്തോളമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഹോമിയോപ്പതി ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത് കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, CAM എന്നാണ്. കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്നാണ്. അത് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് വെക്കാവുന്ന, ഒന്നിന് പകരമായിട്ട് തന്നെ വെക്കാവുന്ന, അപ്പോൾ ഒരു ഫുൾ സിസ്റ്റം ലോകത്തിൽ എൻ്റെ അറിവിൽ ഫുൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരാളെ മുഴുവനായിട്ട് ചികിത്സിക്കാവുന്ന ഒരു സിസ്റ്റവുമില്ല. അപ്പം കോംപ്ലിമെൻ്ററി മെഡിസിൻസ് ഇല്ലാതെ പറ്റുകയില്ല ലോകത്തിൽ. ഹോമിയോപ്പതിയും ഫുള്ളല്ല, അലോപ്പതിയും ഫുള്ളല്ല, ആയുർവേദവും ഫുള്ളല്ല. അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്ന് പറയുന്ന ലോകത്തിന് ആവശ്യമാണ്. ഇവിടെ UAE-യിൽ ഹോമിയോപ്പതിക്ക് നല്ല അംഗീകാരമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് ഉണ്ട്. പാകിസ്ഥാനിൽ നിന്നാണ് പിന്നീട് വരുന്ന പേഷ്യൻസ് കൂടുതൽ. പിന്നീട് വരുന്നത് ബംഗാളിൽ നിന്നുള്ള, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസാണ് എന്നെ കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ ഹോമിയോപ്പതിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പപ്പ് പിൽ കഴിഞ്ഞു, ആ വേദന അപ്പോഴും കഴിഞ്ഞു. പക്ഷേ ഹോമിയോപ്പതി ആണെങ്കിലും നാച്ചുറോപ്പതി ആണെങ്കിലും കുറേ ടൈം എടുത്ത്, ആയുർവേദമാണെങ്കിലും കുറേ ടൈം എടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഇത്രയും ഒരു ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് ഒരു പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇവിടെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? ഇവിടെ നാച്ചുറോപ്പതിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് അക്സെപ്റ്റഡ് ആയതുകൊണ്ട് ആൾക്കാർ പൊതുവെ അറിഞ്ഞു വരുന്നുണ്ട്. അവയർനെസ് കുറച്ച് കുറവാണെന്നുള്ള കാര്യമുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ അവർ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തന്നെ അവരോട് സംസാരിക്കാൻ, പേഷ്യൻസിന് കുറച്ച് അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരാളെ കിട്ടുകയും അതും ഒരു വലിയ കാര്യമാണ് ഇന്നത്തെ ജനറേഷനിൽ. ഇന്നത്തെ കാലത്ത് വരിക, എന്താ അസുഖം, തുമ്മലാണ്, അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, എടുത്തിട്ട് ഓടുക. ആ ഒരു ഇതിനെക്കാട്ടിലും അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവരുടെ ലൈഫ് സ്റ്റൈലിലോട്ട് പോയിട്ട് അവരുടെ ജീവിത രീതിയിൽ എന്താണ് മാറ്റം പറ്റേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ പേഷ്യൻറ്റിന് കുറച്ചൊക്കെ ഒരു അക്സെപ്റ്റൻസ്, എൻ്റെ പ്രോബ്ലം ഇവരെ കൊണ്ട്
നേരിടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് റെഡി ആണ്. ചില പേഷ്യൻസ് ഉണ്ട് ശരിക്കും ബിസി ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ നോട്ട് മേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നില്ല. ആകെ ഒരു ചെറിയൊരു ഓൾട്രേഷൻ മാത്രമേ വരുത്തുന്നുള്ളൂ. ഒരു ചെറിയ ഹാഫ് ആൻ അവർ യോഗയാകാം, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ യൂസിങ് ഓഫ് സെൽഫ് മസാജിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോട്ട് ബാത്ത്സ് ആയിരിക്കാം, പാക്സ് ആയിരിക്കും. ഇതെല്ലാം ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് കാരണം അത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻസ് അങ്ങോട്ട് വരുന്നുണ്ട്. ഡെയിലി ലൈഫിൽ ചേഞ്ച് കാണുന്നത് കൊണ്ട് അവർ അക്സെപ്റ്റഡ് ആണ്. ഒരു പക്ഷേ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇപ്പോൾ നമ്മൾ 4 പേർ ഇരിക്കുന്നതിൽ ഡോക്ടറിൻ്റെ ഇപ്പോൾ ഹാനിമാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹോമിയോപ്പതി ലൈക്ക് യോസ് ലൈക്ക് എന്നുള്ള ആ ഒരു ടെക്നിക്ക് അല്ലാതെ ആയുർവേദം മെഡിസിനൽ രീതിയായിട്ട് തന്നെ, അതായത് ഈവൻ ചരകനും സുശ്രുതൻ്റെയും കാര്യം തൊട്ട് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ചരക സംഹിതയിൽ സർജറി വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സുശ്രുതൻ്റെ രീതിയിൽ ഇയർ സർജറിയാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് മടി, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ മടിയാവാൻ കാരണം എന്താണ്? മടി എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു കാരണം നമ്മളുടെ മീഡിയകളും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷ് ഒരു ആധിപത്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക്, കാരണം നമുക്കറിയാം ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞാൽ മോർ ദാൻ 5000 years ബാക്ക് എന്നാണ്. കാരണം മനുഷ്യരുണ്ടായതൊന്നിട്ട് തന്നെ ആയുർവേദത്തിൻ്റെ ഒറിജിൻ, കാരണം വേദങ്ങളിൽ നിന്നാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ മനുഷ്യനുണ്ടായ കാലത്ത് തന്നെ ആയുർവേദം വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുക, അതല്ല. പക്ഷേ നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള പനി വന്നാൽ എന്താ അനുഭവം അറിയാമല്ലോ, ചുക്കുകാപ്പി കഴിക്കുക, രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക, പൊതിച്ചു മൂടി കിടക്കുക. ഇത് തന്നെയാണ് ആയുർവേദം പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ പനീൻ്റെ പ്രധാന ചികിത്സ ലംഘനം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ തല്ല് കിട്ടും. പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളതാണ് ശീലിച്ചിരുന്നത്. ആയുർവേദത്തിൽ 7 ദിവസം വരെ ഒരു മരുന്ന് പോലും കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ലംഘനം ചികിത്സ എന്ന് നമുക്കറിയാലോ, ഗാന്ധിജി പോലും ലംഘനം മീൻസ് ഫാസ്റ്റിംഗ് ഇതൊരു ചികിത്സാരീതിയായിട്ട് മുമ്പ് തന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സാഹചര്യങ്ങളും നമ്മളുടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആ ഒരു സാഹചര്യം, പിന്നെ നമുക്ക് പറഞ്ഞാൽ ഈ അലോപ്പതി ഇവിടുത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ പലർക്കും അങ്ങനെ ഒരു ലംഘനം എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റില്ല. 3 മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് ഓഫീസിൽ പോയി ഫുൾ സ്ട്രെസ്ഡ് ആയിട്ട് തിരിച്ചു വന്ന് ടയർഡാവും. ഈവൻ ഒരു ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകാൻ വിഷമമുള്ളൊരു ഘട്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യം? പക്ഷേ അത് തന്നെ നമ്മളിപ്പോൾ പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാലോ ഇപ്പോൾ സാധാരണ നമ്മൾ പറയും സാധാരണ കോൾഡ് അല്ലെങ്കിൽ പിന്നെ കോൾഡ് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ പറയാം, പിന്നെ ഒരാഴ്ച മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച എടുക്കും, അതല്ലെങ്കിൽ 7 ദിവസം, അങ്ങനെ ഒരു തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു കൺസെപ്റ്റ്, നമ്മളുടെ ചെറുപ്പകാലത്തുള്ള ഒരു ശീലം കൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നതോടുകൂടി നമുക്ക് അസുഖം മാറുന്നത്. ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വരാറുണ്ടോ? അതായത് ലോക്കൽസ് വരാറുണ്ട്. പക്ഷേ ലോക്കൽസ് നമ്മൾ ആയുർവേദത്തിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ പ്രിവെൻറ്റീവായിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ ആതുരവൃത്തം സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ 2 വിഭാഗം തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന സ്വസ്ഥവൃത്തം അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിനാണ് ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട്. അതിനെപ്പറ്റി എല്ലാവരും അവയറാണ്. ശോഭന മാം, എടുത്തു പറയാനൊരു കാര്യം 1922 ശേഷം കണ്ടു തുടങ്ങിയ ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നീക്ക് എന്ന് തന്നെ പറയാം. അത് ഓൾട്ടർനേറ്റീവ് മെഡിസിനായിട്ട് അക്സെപ്റ്റഡ് ആയിരിക്കുന്നു. ഇപ്പോൾ മിക്കാവൂസെ തുടങ്ങി വെച്ച ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറി വെസ്റ്റേൺ റേക്കി വരെ വന്നിട്ടുണ്ട്. ഇവിടെ റേക്കി എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, അക്സെപ്റ്റഡ് ആണ്? ഇവിടെ റേക്കി ക്വൈറ്റ് പോപ്പുലർ ആണ്. പക്ഷേ കൂടുതൽ ഇന്ത്യൻസ് ആണ് വരാറ്. റേക്കി പറഞ്ഞാൽ യൂറോപ്യൻസ്, പിന്നെ സെക്കൻഡ് യൂറോപ്യൻസ് ആണ്, പിന്നെ കഴിഞ്ഞിട്ടാണ് മറ്റേ നാഷണാലിറ്റി. ലോക്കൽസ് വരാറുണ്ട്, പക്ഷെ കുറച്ച് അത്ര കൂടുതൽ വരാറില്ല. കുറച്ച് ഇപ്പോൾ സ്ലോലി അവയർനെസ് വരുന്നുണ്ട്, പക്ഷെ അത്ര അവയർനെസ് ഇല്ല. പക്ഷേ ഇപ്പോൾ നേച്ചുറോപ്പതിയിലുള്ള രീതികളാവട്ടെ, അല്ലെങ്കിൽ ആയുർവേദത്തിലാകുമ്പോൾ ആയുർവേദിക് മെഡിസിൻ ചികിത്സ അങ്ങനെ രീതിയൊക്കെ ഉണ്ട്. ഹോമിയോപ്പതിയിൽ യു ഹാവ് പ്ലസീബോ ട്രീറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് നോർമൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ റേക്കിക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയാനുണ്ടോ? ഇല്ല, അത് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ല, സിസ്റ്റം ഓഫ് ഹീലിംഗ് ആണ്. ഹീലിംഗ് പറഞ്ഞാൽ എനർജി ഹീലിംഗ് ആണ്. ഓക്കെ, സോ യു വിൽ നീഡ് അസിസ്റ്റൻസ് ഓഫ് അതർ മെഡിസിൻസ് ഓൾസോ. അതെ, വി ഓൾവേസ് അത് നിർത്താൻ പാടില്ല. ഇഫ് ഡോക്ടർ ഇസ് ഗിവിങ് എനി മെഡിസിൻ അത് കഴിക്കണം, അത് നിർത്താൻ പാടില്ല. എന്താ അത് ഫിസിക്കൽ ലെവലിലാണ് അത് വർക്ക് ചെയ്യുക, ഇത് എനർജി ലെവലിലാണ്. അതെ, ഇത് എനർജി, നമ്മൾ എനർജി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ഹോമിയോപ്പതിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നത് മെയിൻലി അലർജീസ്, ക്രോണിക് ആയിട്ടുള്ള അലർജീസ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പല ആൾക്കാരും എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും അലർജി ആകുമ്പോൾ പറയും ഹോമിയോപ്പതി ട്രൈ ചെയ്ത് വളരെ എഫക്റ്റീവാണ്, ഒരിക്കൽ സൈനസൈറ്റിസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരത്തില്ല. അങ്ങനത്തെ ഒരു ക്യൂറാണ് പറയുന്നത്, അല്ലാതെ ട്രീറ്റ്മെൻ്റ് അല്ല പറയുന്നത്. ഇവിടുത്തെ എൻവയൺമെൻറ്റ്, ഇവിടുത്തെ കണ്ടീഷൻസ്, വെതർ കണ്ടീഷൻസ് എന്തെങ്കിലും രീതിയിൽ ഹോമിയോപ്പതിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്? ഹോമിയോപ്പതിയെ വെതർ കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അഫക്റ്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ഒരു സ്വല്പം വെണ്ണ എടുത്തു,
ഒരു സ്പൂണിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെണ്ണ ഉരുകാതെ കുറേ സമയം നിൽക്കും. അതേസമയം അതൊരു ചൂടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ബാക്ടീരിയയായ വൈറസ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ ബോഡി സ്വന്തമായിട്ട് നശിപ്പിക്കാനായിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അതാണ് പനി. ആ പനി എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അതിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ മറ്റ് ജീവിത ശൈലിയെക്കുറിച്ച് ആലോചിച്ചാൽ ഇവിടുത്തെ AC-യിലും തണുപ്പിലുമുള്ള കൂടുതൽ സമയം ഇരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ രോഗം ഉണ്ടാക്കുന്നത്. ശരീരത്തിന് ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, ഉയർന്ന ഊഷ്മാവ് വരുത്തുക, ശരീരത്തിൽ എക്സസൈസ് ചെയ്ത് ബോഡി ചൂടാകുക, വിയർക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ കുറയുക. പുതിയ രീതിയിലുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ അക്സെപ്റ്റഡായി വരുന്ന ഓൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി സോഴ്സസ് ഓഫ് മെഡിസിൻ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ചെറിയൊരു ഇടവേള. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു ഓൺ ടീ ടോക്ക്. വെൽക്കം ബാക്ക് ടു ടി ടോക്ക്. ടി ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. ഓൾട്ടർനേറ്റീവ് സോഴ്സസ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി സോഴ്സസ് ഓഫ് മെഡിസിൻ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആയുർവേദത്തിന് ചില രീതികൾ, അതായത് ഇപ്പോൾ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മഴ, അതിൻ്റെ തണുപ്പ്, കർക്കിടക മാസം, കർക്കിടക ചികിത്സ, അങ്ങനെയുള്ള എൻവയൺമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിലുണ്ട്. ഇവിടെ എത്രത്തോളമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? കാരണം ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ പറയും നിങ്ങൾ തലയിൽ എണ്ണ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഡാൻഡ്രഫ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുത്തെ ഒരു പ്രോബ്ലം. പിന്നെ അതേപോലെ തന്നെ ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റവും ഇവിടെ പ്രശ്നമാകുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ എൻവയൺമെന്റ് പോസ് ചെയ്യുന്ന പ്രോബ്ലം? ആയുർവേദം ഞാൻ സൂചിപ്പിച്ചല്ലോ, രോഗപ്രതിരോധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്കറിയാലോ, ശിശിരം, വസന്തം, അങ്ങനെ 5-6 കാലങ്ങളാണ്. ഈ കാലങ്ങളിൽ ഓരോ കാലങ്ങളിലും ചെയ്യേണ്ട ചര്യകൾ, കാരണം ദിനചര്യ, ഋതുചര്യ, രാത്രിചര്യ, ഇങ്ങനത്തെ ഓരോ ചര്യകളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചര്യകൾ ഫോളോ ചെയ്താൽ ക്രിസ് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഈ അസുഖങ്ങൾ, പ്രത്യേകിച്ച് അലർജി പോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് പ്രിവെൻറ്റീവായിട്ട് അത് നമുക്ക് ഗൾഫിലും തുടരാവുന്നു. കാരണം ഇപ്പം ക്രിസ് പറഞ്ഞല്ലോ, ഓയിൽ തലവേദന ഉണ്ടായി, അല്ലെങ്കിൽ പിന്നെ ഡാൻഡ്രഫ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞില്ല, ഈ 6 കാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള രോഗപ്രതിരോധത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും, രാവിലെ എണീറ്റിട്ട് രാത്രി വരെയല്ല, അതുപോലെ കാലാവസ്ഥ ചേഞ്ചിനുള്ള നമ്മളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പുറമേയുള്ള, ഇപ്പോൾ ഇവൺ നമ്മൾ ഈ സാധാരണ പാല് കുടിക്കുന്നതിൻ്റെ ലക്ഷണം വരെ, ആരൊക്കെ പാല് കുടിക്കണം, എങ്ങനെ കുടിക്കണം, പാലിൻ്റെ ഗുണം, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ സാഹചര്യത്തിനും, നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, അതുപോലെ തന്നെ ഈ 6 കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ രോഗപ്രതിരോധത്തിനുള്ള ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വരില്ല. ഇവിടെ വന്നുകൊണ്ട് കർക്കിടക ചികിത്സ പറ്റുമോ നല്ല ക്വസ്റ്റ്യന് ഞാൻ പറയണത്, ഈ 6 കാലാവസ്ഥകൾക്കനുസരിച്ചുള്ള ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചുള്ള ജീവിത ശൈലികളും ജീവിതക്രമങ്ങളും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ ചെയ്യാൻ സാധിക്കും. ലെറ്റ് മീ കം ടു ഇപ്പോൾ നാച്ചുറോപ്പതി അല്ലെങ്കിൽ യോഗ എന്ന് പറയുമ്പോൾ, യോഗയ്ക്കൊരു ഏറ്റവും വലിയൊരു റെസ്ട്രിക്ഷൻ, പണ്ട് കാലത്ത് എയർ പ്യുവർ ആയിരുന്നു, അതുകൊണ്ട് ശീർഷാസനമാവാം, ഇപ്പോഴങ്ങനെ പാടില്ല എന്ന് പറയും. സർവാംഗാസനം വരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഈ വെതർ കണ്ടീഷൻസിൽ എന്തെങ്കിലും രീതിയിൽ നേച്ചുറോപ്പതിനെ അഫക്റ്റ് ചെയ്യാറുണ്ടോ? അതായത് ചില സമയത്ത് ഐ ഹവ് ഹേർഡ് നേച്ചുറോപ്പതി പച്ചമാങ്ങ ഒരു മരുന്നായിട്ടും കരിക്കൊരു മരുന്നായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, അതൊക്കെ പല ആൾക്കാർക്കും ഒരു ഇൻവേഴ്സ് റിയാക്ഷൻ വന്ന പ്രശ്നങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇവിടുത്തെ എൻവയൺമെൻറ്റ് പ്രശ്നമുണ്ട്?